തൃശൂർ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണത്തിന് മുന്നോടിയായി കെട്ടിടങ്ങളുടെ പൊളിച്ചുമാറ്റൽ പൂർത്തിയായി. കെട്ടിടാവശിഷ്ടങ്ങൾ ഉടൻ നീക്കം ചെയ്യും. അവശിഷ്ടങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് DTOT എ ഉബൈദ് പറഞ്ഞു. ഈ മാസം അവസാന വാരത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് സൂചന. നിലവിലെ സ്റ്റാൻഡ് പൂർണ്ണമായും പൊളിച്ചുമാറ്റിയാണ് പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നത്. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ആദ്യ നിലയിൽ ഓപ്പറേഷൻ വിഭാഗം, കാന്റീൻ, ശുചിമുറി എന്നിവ പ്രവർത്തിക്കും. കോർപ്പറേഷൻ സ്ഥലം അനുവദിക്കുന്നതിനനുസരിച്ച് പരമാവധി പുറകിലേക്ക് നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. പമ്പിന് അനുവദിച്ച സ്ഥലത്തിൽ കുറച്ച് തിരിച്ചെടുക്കും. കെ.എസ്.ആർ.ടി.സി കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പ്രധാന കവാടമുണ്ടാകും. കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ബസ്സുകൾക്ക് ഒരു കവാടവും തിരുവനന്തപുരം, പാലക്കാട് ഭാഗത്തു നിന്നുള്ള ബസ്സുകൾക്ക് മറ്റൊരു കവാടവും സ്ഥാപിക്കും. 2 ഭാഗങ്ങളിലാവും ഈ ബസ്സുകൾ നിർത്തിയിടുക. ഇതിനിടയിലാകും കാത്തിരിപ്പ് കേന്ദ്രം. യാത്രക്കാർക്കായി സ്റ്റീൽ ഇരിപ്പിടങ്ങൾ ഇവിടെയുണ്ടാകും. ബസ് വിവരങ്ങളും പ്രദർശിപ്പിക്കും. നവീകരണ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പി. ബാലചന്ദ്രൻ MLA-യുടെ നവകേരള ഫണ്ടിൽ നിന്നും 7 കോടിയും MLA ഫണ്ടിൽ നിന്നും 2.5 കോടി രൂപയും വിനിയോഗിക്കും. പഴയ ഗാരേജ് പുതുക്കി നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 2ാം ഘട്ടത്തിൽ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിനെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിച്ച് ആകാശപാത നിർമ്മിക്കാൻ ആലോചനയുണ്ട്. മേൽക്കൂരയുള്ള പാതയാകുമിത്.